അപ്പോൾ അവരൊരു സ്വപ്ന ലോകത്താണ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ BJPയിലെ ഇപ്പോഴത്തെ ലീഡർഷിപ്പ്, പ്രത്യേകിച്ച് അതിൻ്റെ ഈ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആളും അതിൻ്റെ മുകളിലുള്ള പ്രസിഡൻറ്റും ഒക്കെ ഒരു സ്വപ്ന ലോകത്താണ്. ഞങ്ങളിത് ഇതേപോലെ നടന്നാൽ എല്ലാവരും വന്ന് വോട്ട് ചെയ്യുമെന്നൊരു തോന്നൽ ഈ നേതൃനിരയിലുള്ള ആർക്കും, പ്രത്യേകിച്ച് പ്രസിഡന്റിനും ഓർഗനൈസേഷൻ സെക്രട്ടറിക്കും കേരളത്തിൻ്റെയോ രാഷ്ട്രീയ സ്ഥിതിയെ പറ്റിയോ ഇവിടുത്തെ കാസ്റ്റ് സ്ട്രക്ചറിനെ പറ്റിയോ ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേണെ പറ്റിയോ യാതൊരു വിവരമില്ല എന്നുള്ളതാണ്. അതറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെന്താ ചെയ്യുക, ഇത്രയും അധികം വോട്ടേഴ്സ് CPM-ൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരത്തെ വിജയം രാജീവ് ചന്ദ്രശേഖരന്റെ വിജയമാണെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയുമോ? ആബ്സല്യൂട്ട്ലി അല്ല. അത് 2 കാരണമാണ് പ്രധാനമായിട്ട് സംഭവിച്ചത്. 2 അല്ലെങ്കിൽ 3 കാരണം പറയാം. എങ്ങനെയാണ് അപകടം വരുന്നത്? ഹിന്ദു ഭൂരിപക്ഷ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ വളരെയധികം സുരക്ഷിതരാണ്. ആ ബോധമാണ് വളർത്തേണ്ടത്. നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ഡോക്ടർ TP സെൻകുമാറാണ്. സമകാലീന രാഷ്ട്രീയത്തെക്കുറിച്ച് BJPയുടെ ചില പ്രവർത്തനങ്ങളെപ്പറ്റി ഒക്കെ അദ്ദേഹത്തിൻ്റെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അദ്ദേഹത്തിനോട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. സർ നമസ്തേ. സർ, BJPയുടെ ഒരു പോക്ക് അടുത്ത കാലത്തായി ക്രിസ്ത്യാനികളെ പ്രീണിപ്പിക്കുന്ന എന്ന് തന്നെ പറയേണ്ടിയിരിക്കും, അത്തരം ഒരു വിധത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു ബേസിക് വോട്ട് ഹിന്ദുവിൻ്റേതാണെന്ന കാര്യത്തിലൊരു സംശയവുമില്ല. ഈ ക്രിസ്ത്യാനികളെ ഇത്രയധികം പ്രീണിപ്പിക്കേണ്ടതുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. അതിലൊരു അഭിപ്രായം സാർ? അതും കേരളത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ മാത്രം, അതുകൂടി പ്രത്യേകിച്ച് പറയണം. കേരളത്തിലെ അതും പറയുകയാണെങ്കിൽ കേരളത്തിലെ അപ്പർ കാസ്റ്റ് ക്രിസ്ത്യൻസിനെ എന്ന് കൂടി പറയണം. അതായത് കാസ്റ്റ് ഇല്ല എന്നാണ് ക്രിസ്ത്യാനികൾ പറയുന്നത്. പക്ഷേ ഞങ്ങൾ സെൻറ്റ് തോമസ് വന്നിട്ട് അവർ മതം മാറ്റിയതാണ്, ബ്രാഹ്മിൺസ് ആണെന്ന് പറഞ്ഞു നടക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളാണ് ഈ സോക്കാൾഡ്, അവരെയാണ് ഇവർ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആയിട്ട് നമ്മൾ കാണുന്നത്. അല്ലാതെ മറ്റുള്ളവരെ ആരെങ്കിലും അങ്ങനെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ട് ഇപ്പോൾ പെന്തക്കോസ്ത് ഫോർ എക്സാമ്പിൾ ഐ ഹാവ് നോട്ട് സീൻ. അങ്ങനെയുള്ളവരൊന്നും CSI ഇല്ല. അതുപോലെ ഉള്ള വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാൻ നടക്കുന്നതായിട്ട് കാണുന്നില്ല. അതുപോലെ ലത്തീൻ സമുദായത്തിനെ അധികം കാണുന്നില്ല. അതായത് ഒരു അപ്പർ കാസ്റ്റ് ക്രിസ്ത്യൻ എന്ന് തന്നെ പറയണം. ആ വിഭാഗത്തിനെയാണ് പ്രീണിപ്പിക്കാനായിട്ട് എവിടെയും ശ്രമിക്കുന്നതായിട്ട് ഞാൻ കണ്ടത്. എന്തിനാണെന്നറിയില്ല. ഒന്ന്, ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് എടുത്ത് നോക്കിയാൽ ദേ മേ ഹാവ് അബൌട്ട് 6-7% ഓഫ് വോട്ട്സ് മാക്സിമം. കേരള സമൂഹത്തിൽ അവർക്കൊരു 6-7% വോട്ടാണ് ഉണ്ടാകുക. കാരണം കേരളത്തിലുള്ള ഏകദേശം 18% വരുന്ന ക്രിസ്ത്യൻസിൽ 6%-ലധികമായിട്ട് ലത്തീൻ കത്തോലിക്കരുണ്ട്. പിന്നെ CSIയും ബാക്കി എല്ലാവരും കൂടി എടുത്തു വരുമ്പോൾ ഏകദേശം അനദർ 6% ആൾമോസ്റ്റ് പോകും. പിന്നെ ഇവരെല്ലാവരും കൂടി വരാൻ പോകുന്നത് ഒരു 6-7% പരമാവധി ഉണ്ടാകാൻ പോകുന്നത്. അവരെ പ്രീണിപ്പിക്കാനാണ് ഇവരുടെ അടിസ്ഥാന മൂല്യങ്ങളെല്ലാം ബലികഴിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്. പക്ഷെ അവർക്ക് ആവശ്യമുള്ള ബെനിഫിറ്റ്സ് എല്ലാം എടുക്കുകയും ഇവരെ അപഹാസ്യരാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇപ്പോൾ FCRAയുടെ വിഷയം വന്നു. നേരത്തെ ഒരു മതപരിവർത്തനത്തിന് ഏർപ്പെട്ട ഒരു ഛത്തീസ്ഗഡിലെ ഇഷ്യൂ വന്നു. അപ്പോഴൊക്കെ ഈ BJP നേതൃത്വം വല്ലാതെ സഭകൾക്ക് അടിമപ്പെടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. FCRAയുടെ വിഷയത്തിൽ അതിൻ്റെ ഒരു ആവശ്യമേ ഇല്ല. FCRA നിയമം ശരിക്കും പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു അപകടവുമില്ലാത്ത ഒരു നിയമമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അപ്പോഴും പാർലമെൻറ്റിൽ പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്ന വിഷയം പാർലമെൻറ്റിൽ തൽക്കാലം ചർച്ച ചെയ്യേണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് ഇവരുടെ സഭാപിതാക്കന്മാരുടെ വാക്കുകൾ കൂടി കേട്ട ശേഷം മതി എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ബേസ് വോട്ട്, BJPയുടെ ബേസ് വോട്ടിൽ വിള്ളലുണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കഴിഞ്ഞ കുറേ നാളുകളെ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പെർസെൻറ്റേജിൽ അത് നേടിച്ചിട്ടുണ്ട്. അത് പക്ഷേ എന്തുകൊണ്ടാണ് BJP അത് കാര്യമായി ചർച്ച ചെയ്യാത്തത്? അത് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ നേതൃത്വത്തിൻ്റെ കാര്യമാണ്. അവർക്ക് കേരളത്തിലെ പോപ്പുലേഷൻ സ്ട്രക്ചറും ആ പോപ്പുലേഷനിൽ ഓരോ മതവിഭാഗത്തിനും ആ മതവിഭാഗത്തിൽ ഓരോ കാസ്റ്റ് വിഭാഗത്തിനുമുള്ള വോട്ടിംഗ് സ്ട്രക്ചറും അവരെങ്ങനെയാണ് വോട്ട് ചെയ്യുന്നതെന്നും യാതൊരു വിവരവുമില്ല. അപ്പോൾ ഇവരുടെയൊക്കെ വിചാരം ഈ പറയുന്ന ഒരു 5-6% വരുന്ന ക്രിസ്ത്യൻസാണ് അവരെ ജയിപ്പിക്കാനുള്ളവരാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇടതുപക്ഷം വീക്കായിക്കൊണ്ടിരിക്കുകയും അതിലെ അഴിമതിയും അതിലെ കെടുകാര്യസ്ഥതയും അതിലെ മറ്റ് പല പ്രശ്നങ്ങളും കൊണ്ട്
ഒരു ഹിന്ദു പാർട്ടി എന്നറിയപ്പെട്ടിരുന്ന CPM നിന്ന് ഹിന്ദുക്കൾ പുറത്തു പോകുന്ന സമയത്ത് അതിനെ റിസീവ് ചെയ്യേണ്ടിയിരുന്ന BJP അതിന് നിൽക്കാതെ, അതായത് അവർക്ക് കിട്ടേണ്ടിയിരുന്ന 25-30% വോട്ട് വേണ്ട എന്ന് വെച്ച് അതിന് പകരം 5-6% വോട്ടിന് വേണ്ടി മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പലതവണ ഇപ്പോൾ ഛത്തീസ്ഗഡിലെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു. ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നത് ഇതാണ്: നോക്കൂ, അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ട്, അവിടെ ഒരു പോലീസ് ഉണ്ട്, അവിടുത്തെ പ്രതിപക്ഷം പോലും പറയാത്ത കാര്യങ്ങൾ അവർ നിരപരാധികളാണെന്ന് ഇവിടെ ഇരുന്ന് രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ തീരുമാനിക്കുന്നത്? മിനിറ്റുകൾക്കൊക്കെ അവിടെ എത്തുകയും ചെയ്യും. അതിനുശേഷം അനൂപ് ആന്റണി അവിടെ പറഞ്ഞെത്തുന്നു, അതിനുശേഷം എടുക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ ചെയ്ത ആ ഛത്തീസ്ഗഡ് ഗവൺമെൻറ് ചെയ്തത് മുഴുവൻ തെറ്റാണെന്നാണോ പറയുന്നത്? അവിടെയുള്ള നിയമങ്ങൾക്ക് അതീതമായിട്ടാണോ ചെയ്തത്? അതുപോലെ അവിടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് ബെയില് കിട്ടിയിരിക്കും എന്നൊക്കെ പറയുന്നത്. അതെങ്ങനെയാണ് ഒരു കോടതി തീരുമാനിക്കേണ്ട കാര്യം? ഇവരെങ്ങനെയാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയെ പോലും താഴ്ത്തി കിട്ടാനുള്ള ഒരു ശ്രമമല്ലേ നടത്തുന്നത്? അപ്പോൾ ഒരു ഓവർ എന്തൂസിയാസം ആ കാര്യത്തിൽ. അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഈ നേതൃനിരയിലുള്ള ആർക്കും, പ്രത്യേകിച്ച് പ്രസിഡന്റിനും ഓർഗനൈസേഷൻ സെക്രട്ടറിക്കും കേരളത്തിൻ്റെയോ രാഷ്ട്രീയ സ്ഥിതിയെ പറ്റിയോ ഇവിടുത്തെ കാസ്റ്റ് സ്ട്രക്ചറിനെ പറ്റിയോ ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേണെ പറ്റിയോ യാതൊരു വിവരവും ഇല്ല എന്നുള്ളതാണ്. അതറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെന്താ ചെയ്യുക? ഇത്രയും അധികം വോട്ടേഴ്സ് CPM-ൽ നിന്ന് വരുന്നുണ്ട്. ആ വോട്ടേഴ്സിനെ സ്വീകരിക്കാൻ നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ തന്നെ അൺറിപ്രസെൻറ്റഡ് ആയിട്ട്, അതേസമയം സബ്സ്റ്റാൻഷ്യൽ പോപ്പുലേഷനുള്ള വിശ്വകർമ്മ, ധീവര, അതുപോലുള്ള പിന്നെ വണിക, വൈശ്യ, അതുപോലെ കണിക, ഇതുപോലുള്ള നിരവധി സമുദായങ്ങളുണ്ട്. അപ്പോൾ ആ സമൂഹങ്ങളുടെ ഒന്നും വോട്ട് ഇവർക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു രീതിയിലാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ 19.8% പോയിരുന്ന വോട്ട് 14.71 മറ്റോ താന്നുപോയത്. അത് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ വിജയം കൊണ്ട് അത് മറച്ചു പിടിച്ചു. അത് മറച്ചു പിടിക്കാൻ പറ്റി. പിന്നെ 2-3 കോർപ്പറേഷനിൽ കിട്ടിയ സീറ്റ് വർധനവ് കൊണ്ടും അത് മറച്ചു പിടിക്കാൻ പറ്റി. പക്ഷേ തിരുവനന്തപുരത്തെ വിജയം രാജീവ് ചന്ദ്രശേഖരന്റെ വിജയമാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുമോ? ആബ്സല്യൂട്ട്ലി അല്ല. അത് 2 കാരണമാണ് പ്രധാനമായിട്ട് സംഭവിച്ചത്. 2 അല്ലെങ്കിൽ 3 കാരണം പറയാം. ഒന്ന്, തിരുവനന്തപുരത്ത് വളരെ ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്ന സംഘപ്രവർത്തകരുണ്ട്, കൗൺസിലർമാരുണ്ട്, പ്രവർത്തകരുണ്ട്. എനിക്കൊക്കെ മിക്കവാറും നന്നായിട്ട് അറിയുന്ന എല്ലാവരും പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാരാണ് മിക്കവാറും എല്ലാവരും പേരും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ജെറി മാൻഡറിങ് നടത്തി. ജെറി മാൻഡറിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാർഡ് വർദ്ധിപ്പിച്ച് അതിന് പകരം ഇപ്പം ഇത് PTP നഗർ വാർഡായിരുന്നു ഞാനിരിക്കുന്നത്. അത് മാറ്റിവെച്ചിട്ട് അത് 4 വാർഡിലാക്കി വിഭജിച്ചു കൊടുത്തു. കാരണം ഇത് BJPയുടെ ഒരു സ്ഥിരം വാർഡായിരുന്നു. അങ്ങനെ സംഭവിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ആ 4 വാർഡും BJPക്ക് കിട്ടി. അപ്പോൾ ആ ജെറി മാൻഡറിങ് നടത്തിയത് ഏതോ വിവരമില്ലാത്ത CPM-കാരനായതുകൊണ്ട് അത് അവരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നത് ആര്യ രാജേന്ദ്രൻ, അവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. വളരെ നല്ലൊരു കോസാണ്, അവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. പക്ഷെ അവർക്ക് BJPക്കും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും പണ്ട് മുതലേ തിരുവനന്തപുരത്തൊരു അതെ, തിരുവനന്തപുരം, കാസർഗോഡ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ വേരുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളിൽ നല്ല ഒരു വേരോട്ടം അന്നത്തെ പ്രവർത്തകർ, പിന്നീട് വന്ന പരമേശ്വർജിയെ പോലുള്ളവർ, അതേപോലുള്ള ആൾക്കാർ മുഴുവൻ പ്രവർത്തിച്ചുണ്ടാക്കിയ ഒരു വേരോട്ടം തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ആ വിജയം ഉണ്ടായത്. അതല്ലാതെ അതിന് ശരിക്കും ക്രെഡിറ്റ് കൊടുക്കണമെങ്കിൽ അതിന് മുന്നേ ഉണ്ടായിരിക്കുന്ന പ്രസിഡന്റുമാർക്കും എല്ലാവർക്കും കൊടുക്കണം. തീർച്ചയായിട്ടും അവരല്ലേ ഞാൻ പറയാം. ഇപ്പോൾ ഒന്ന് കേസുകളുടെ എണ്ണം എടുത്ത് നോക്കുക ഓരോരുത്തർ. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ കേസുള്ള ഒരാൾ, ഒന്നാമത്തെ നമ്പർ 1 വ്യക്തി എന്ന് പറയുന്നത് കെ സുരേന്ദ്രനായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നീടുള്ള വ്യക്തികളിലെടുത്താൽ ഞങ്ങൾ ശശികല ടീച്ചർ, കെ.എസ്. രാധാകൃഷ്ണൻ സാറ്, TP സെൻകുമാർ, അങ്ങനെ കുറേ പേർക്ക് കുറേയധികം കേസുകളുണ്ട് ഉണ്ടായിരുന്നു. ഈ രാജീവ് ചന്ദ്രശേഖരന് എത്ര കേസുണ്ടെന്ന് അറിയില്ല എനിക്ക്. 2-3 കേസുണ്ടെന്ന് അഡ്വർടൈസ് ചെയ്തിരിക്കുന്നത് കണ്ടായിരുന്നു. അല്ല, സംഘടനയുമായി ബന്ധപ്പെട്ട കേസുകളല്ല. അപ്പം ഞാൻ പറയുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് സാധാരണക്കാരുമായിട്ടൊരു ബന്ധമില്ല. ഒരു അപ്പർ ലെവൽ ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അവസാന ഘട്ടം എത്തുന്നതിന് മുമ്പ് തന്നെ
ഈ കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എല്ലാം 5 സ്റ്റാർ ഹോട്ടലുകളിലെ പരിപാടികളല്ലാതെ ഒരു പക്ഷേ നാട്ടുപ്രദേശങ്ങളിലേക്ക് അദ്ദേഹത്തിന് എത്രത്തോളം ആക്സസ് ഉണ്ട്, ഇപ്പോൾ തിരുവനന്തപുരത്തെ തന്നെ ഇന്നർ ഏരിയകളിലേക്ക് എത്രത്തോളം ആക്സസ് ഉണ്ടെന്നുള്ളത് അന്ന് ഞാനിത് ഇങ്ങനെ നിരന്തരം വാർത്തകളിലൊക്കെ പറയുന്നുണ്ട്. നമ്മളെ സംഘടനാ വിരുദ്ധരാക്കാനുള്ള ശ്രമമാണ് ആ സമയത്ത് നടത്തുന്നത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നോക്കിയാൽ ബേസിക് വോട്ടേഴ്സിലേക്ക് എത്തുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഇവിടുത്തെ CPM സ്ഥാനാർത്ഥിയുള്ള പ്രശാന്തിൻ്റെ വിജയം എന്ന് പറയുന്നത്, പ്രശാന്ത് താഴെ തട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അത് നമ്മൾ എഗ്രി ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പ്രശാന്തിന് അത്തരമൊരു കഴിവുണ്ട്. അങ്ങനെ പോകണം. അങ്ങനെ പോയാൽ മാത്രമേ ഒരു കാൻഡിഡേറ്റിന് ശരിക്കും കൗൺസിലറായി തുടങ്ങി മേയറായി അങ്ങനെ വന്നതിന്റെ ഒരു കെട്ടിയിറക്കപ്പെടുന്നതിൻ്റെ മാത്രമല്ല, അങ്ങനെ കെട്ടിയിറക്കപ്പെടുന്നവരും ചിലർ നന്നായിട്ട് പെർഫോം ചെയ്യാറുണ്ട്. പക്ഷെ പ്രൊവൈഡഡ് അവർക്ക് ആ ജനങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനുള്ള ഒരു കഴിവ് വേണം. ആ താതാത്മ്യം പ്രാപിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങളിൽ ഒരാളാണ് ഇതെന്ന് ആ വോട്ടേഴ്സിന് തോന്നണം. അതല്ലാതെ ഏറ്റവും ഹൈഫൈ ഒക്കെ ആയിട്ടെന്ന് പറഞ്ഞാലും, നമ്മൾ ഏതൊക്കെ പുരോഗമന ചിന്താഗതികൾ പറഞ്ഞാലും, എന്തൊക്കെ വികസനം പറഞ്ഞാലും, ഈ വോട്ടേഴ്സുമായിട്ട് താതാത്മ്യം പ്രാപിക്കാത്ത ഒരാൾക്ക് വിജയിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ പ്രേംനസീർ ഒരു ഇലക്ഷൻ നിന്നിട്ട് തോറ്റ ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളെ പോലും വിജയിപ്പിക്കാനായിട്ട് കേരള വോട്ടേഴ്സിൻ്റെ മനസ്സ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കോർപ്പറേഷൻ വിജയം എന്ന് പറയുന്നത് ടോട്ടലി നോട്ട് ഹിസ് ബേബി. അത് അല്ലാതെ സംഭവിച്ച ഒരു കാര്യമാണ്. ഇപ്പോൾ അത് എനിക്കിപ്പോൾ സംശയം വരുന്നത്, ഇങ്ങനെയാണെങ്കിൽ ഇനി വോട്ട് കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റിയാക്ഷൻസ് വരാൻ പോകുന്നേ ഉള്ളൂ. തീർച്ചയായും അത് അല്ലാതെ ഇരിക്കേണ്ടത് ആയിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇതേപ്പറ്റി വളരെയധികം നേരത്തെ വാൺ ചെയ്ത് കൊടുത്തിട്ടാണ്. ഇപ്പോൾ ഞാൻ ഈ ഛത്തീസ്ഗഡ് പോസ്റ്റിനെ പറ്റിയും അതുപോലെ ഞാൻ മറ്റൊരു കാര്യത്തിൽ വാൺ ചെയ്തത് ഇതാണെന്ന് വെച്ചാൽ, ഒന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മദിനത്തിന് അത് OBC മോർച്ച ഒരു ആഘോഷം നടത്തുന്നു. അപ്പം ഞാൻ പറയുന്നത്, ഈ എങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ, ഇപ്പോൾ ചട്ടമ്പിസ്വാമിയുടെ ആയാലും അത് ആരുടെ ആയാലും, ഇപ്പം മഹാത്മാ അയ്യങ്കാളിയുടെ ആയാലും അതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആയാലും ഒക്കെ അത് BJPയുടെ ആഘോഷമായിരിക്കും. അതല്ലാതെ ഏതെങ്കിലും ഒരു മോർച്ചയുടെ SC ST മോർച്ച OBC മോർച്ച അല്ല. മാത്രമല്ല, ജാതി ഇല്ലാതാക്കണമെന്ന് പറയുന്ന ഒരു വിഭാഗം ആ ജാതിക്കാരെ കൊണ്ട് അത് നടത്തിക്കുകയും അങ്ങനെ ചിലർ പോയി അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യാന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു എന്താ പറയുന്നത്, കോൺട്രഡിക്ടറി ബിഹേവിയറാണ്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്നത് പോലെ ഒരു വാദമാണ് അത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭൗതികവാദം എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു വാദമാണ് ഇത്. ഞങ്ങൾക്ക് കാസ്റ്റ് പാടില്ല, ഹിന്ദു ഒന്നാണ്. അതേസമയം ഇതാ കിടക്കുന്നു മോർച്ചകൾ. അതിന് ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ സുരേഷ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു 3 മാസത്തേക്ക് ഞങ്ങൾ ഉപദ്രവിക്കരുത്, അതായത് ഞാൻ ഇങ്ങനെയുള്ള പോസ്റ്റൊന്നും ഇടരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നോക്കൂ, ഞാൻ അതിന് മുന്നേ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾ പ്രോപ്പറായിട്ട് അതിന് റിയാക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ. അതുപോലെ ഇവിടെ ഉണ്ടാകുന്ന 100 കണക്കിന് ഇൻസിഡൻസ് ഉണ്ട്. അതിൽ അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? BJPയുടെ റിയാക്ഷൻ എന്തായിരുന്നു? പൊളിറ്റിക്കൽ വിഷയങ്ങളോ സാമൂഹ്യ വിഷയങ്ങളോ BJP ഒരു കാലത്തും അഡ്രസ്സ് ചെയ്യുന്നില്ല. അത് തന്നെയാണ് BJPയുടെ ഒരു പരാജയം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ ഒന്നും അവർക്ക് 10-41 പേരുടെ ഒരു ടീമുണ്ട്. ഈ 41 പേരുടെ ടീം ഉണ്ടായിട്ട് അതേസമയം ഞാൻ പറയാം, അവർക്ക് ഒറ്റ ആൾ മതിയായിരുന്നു അവരുടെ ഒരു ഗുരുവായിട്ട്, ഗുരുസ്ഥാനീയനായിട്ട്. ആ ഡോക്ടർ KS രാധാകൃഷ്ണൻ അദ്ദേഹത്തിനെ പിടിച്ച് ഗുരുവായിട്ട് വെച്ചിട്ട് അദ്ദേഹം പറയുന്നതനുസരിച്ച് ഈ BJP പ്രവർത്തിക്കുകയായിരുന്നെങ്കിൽ, ഞാൻ പറയുന്നു, അവർക്ക് ഇതിനേക്കാളും ഒരു 100 ടൈംസ് ജനങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ സാധിക്കുമായിരുന്നു. ആ ഇഷ്യൂസിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുമായിരുന്നു. കാരണം അദ്ദേഹത്തിന് അറിയാം ആ ഇഷ്യൂ എന്താണ്, അതിന് എന്താണ് പ്രതികരിക്കേണ്ടത്, എല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റുമായിരുന്നു. ഇവർ വളരെ, എനിക്ക് തോന്നുന്നത്, എന്നെപ്പോലുള്ളവരും അതല്ലെങ്കിൽ അതുപോലുള്ള കുറേ പേരും സംഘികൾ എന്ന് പൊതുവെ അറിയപ്പെടുന്ന ആൾക്കാർ പ്രതികരിക്കുന്നതല്ലാതെ BJPയുടേതായിട്ടുള്ള പ്രതികരണമോ അല്ലെങ്കിൽ ആ നേതൃത്വത്തിൻ്റെതായിട്ടൊരു പ്രതികരണമോ ഒന്നും പ്രോപ്പറായിട്ട് ഒരു കാര്യത്തിലും ഒരു ഇഷ്യൂവിലും ഒന്നും വന്നിട്ടില്ല. ഇപ്പം നിതിൻ എന്ന് പറയുന്ന കുട്ടിയുടെ കേസ്, ലാസ്റ്റ് കേസ് വരെ വന്ന് നോക്കൂ. എന്താണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡ്? അത്രേ ഉള്ളൂ. പക്ഷെ എന്താണ് നേതൃത്വത്തിന്റെ, അവർക്കൊരു സ്റ്റാൻഡ് വേണ്ടതാണ് അത്തരം കാര്യങ്ങളിലൊക്കെ. ഇപ്പൊ അങ്ങനെയുള്ള നിരവധി ജനങ്ങളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ച സംഭവങ്ങളിലൊന്നും അവരുടേതായിട്ട് പാർട്ടിയുടേതായിട്ട്
പാർട്ടി നേതൃത്വത്തിൻ്റെ ആയിട്ട് സ്റ്റാൻഡ് കൊടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് ഈ പറയുന്ന പോലെ ഇപ്പം ഞാൻ വികസിത ഭാരതത്തിലേക്ക് എന്ന് പറഞ്ഞൊരു ബുക്ക് തയ്യാറാക്കിയിരുന്നു. ആ ബുക്ക് ഞാൻ ഇവർക്ക് വേണ്ടി ഇലക്ഷന് വേണ്ടിയൊക്കെ ശരിയാക്കി തന്നെ കൊടുത്തതാണ്. ഇതിൽ 118ാമത്തെ പേജ് വരെ ഈ പ്രധാനപ്പെട്ട 78 കാര്യങ്ങൾ, അതിലെ കാര്യങ്ങൾ 11 വർഷം നടത്തിയ വികസനങ്ങളാണ്. അതിൻ്റെ ഹെഡിങ് വായിച്ചാൽ തന്നെ മനസ്സിലാകും. എൻ്റെ ഈ 2 ഹെഡിങ് വായിച്ചാൽ തന്നെ മനസ്സിലാകും കഴിഞ്ഞ 11 വർഷം എന്തെല്ലാം നടന്നു, അതിന് മുമ്പുള്ളതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു വീട്ടിൽ വെള്ളം പൈപ്പ് ലൈൻ കിട്ടിയാൽ ആ വീട്ടിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തെന്ന് കൂടി അതിൽ പറയുന്നുണ്ട്. ഈ ചുവന്ന് വെള്ളം കൊണ്ടുവന്നിരുന്ന 8-10 കിലോമീറ്റർ നടന്ന് ചുവന്ന് വെള്ളം കൊണ്ടിരുന്നവർക്ക് എത്ര മണിക്കൂർ ലാഭിക്കാൻ സാധിക്കുന്നുണ്ട്, അവരുടെ ആരോഗ്യത്തിനുണ്ടാകുന്ന വ്യത്യാസം, കുട്ടികളുടെ ആരോഗ്യത്തിനുണ്ടാകുന്ന വ്യത്യാസം, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന കുറവ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇപ്പം ലാട്രിൻസ് ഉണ്ടാക്കിയ സമയത്ത് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, വീടുണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇതെല്ലാം ഉണ്ട്. ഇതുപോലെ 20 പേജോളം ഇതിൽ കേരളത്തിന് എന്ത് കിട്ടിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നുന്നു, ഇത് അവരെ കൊണ്ടൊന്ന് എടുപ്പിക്കാനായിട്ട് ഞാൻ കഴിച്ച പാട് വളരെ ദുഷ്കരം എന്ന് തന്നെ പറയാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇലക്ഷൻ കഴിഞ്ഞു, ഇലക്ഷൻ കഴിയുന്നവരെ ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു. ഇലക്ഷൻ കഴിയുന്നവരെ ഞാൻ ഒരു കാര്യവും BJPക്ക് എതിരെ വരുന്ന വിധത്തിൽ ഒന്നും പറഞ്ഞില്ല, ഒരു ലക്ഷം വേണ്ടിയില്ല. പക്ഷെ ഇനിയും മിണ്ടാതിരുന്നാൽ ചർച്ച ചെയ്യപ്പെടണം. ഇത് എന്നിട്ട് അവസാനം 200 ബുക്ക്, ആദ്യം 50 ബുക്ക് ഇത് മേയർ വാങ്ങിച്ചുകൊണ്ട് പോയി. അത് 100 വാർഡുണ്ട്, അപ്പോൾ അവിടേക്ക് 101 വാർഡിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. എന്തായാലും 50 കൊണ്ടുപോയി. അവരെന്ത് ചെയ്തെന്നറിയില്ല. ഇത് ശ്രീലേഖ ഒരു 65 എടുത്തുകൊണ്ട് പോയി. അതുപോലെ 200 ഇവർ വാങ്ങിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഒന്ന് പറഞ്ഞ് ജനങ്ങളിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ തന്നെ എന്ത് വ്യത്യാസം. ഈ ജനങ്ങൾക്ക് ഇത് അറിയണ്ടേ. ഇവിടെ നടക്കുന്ന ശ്രീ പിണറായി വിജയൻ്റേത് എന്ന് പറഞ്ഞ് നടക്കുന്ന പല കാര്യങ്ങളും അത് വാസ്തവത്തിൽ നടന്നിരുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീംസാണ്. ഇവിടെ പവർ കട്ടിൽ, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കഴിവുകൊണ്ടാണ്. ഇവിടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്താൻ പറ്റിയത് കേന്ദ്ര ഗവൺമെൻറ് റേഷൻ കൊടുക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ, ഇവിടെ റോഡ് നിർമ്മാണം നടക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീംസിലാണ്. ഇവിടെ നാഷണൽ ഹൈവേ വരുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീംസിൻ്റെ കാര്യം കൊണ്ടാണ്. ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇവർക്ക് അറിയില്ലെങ്കിൽ, ഞാൻ 3 മാസം ഇരുന്ന് ചെയ്ത പണിയാണിത്. 3 മാസം എടുത്തിട്ടാണ് ഇതെങ്ങും കിട്ടാനും ഇല്ല, നേരെ കിട്ടാനില്ല. നമുക്ക് എല്ലായിടത്തും നിന്ന് നോക്കി കണ്ടുപിടിച്ച് എടുത്തതാണ്. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് പോലും ദർ വാസ് നോ റിയാക്ഷൻ. ഇത് ആരെങ്കിലും തുറന്നു നോക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അതാണ് ഞാൻ എൻ്റെ റിയാക്ഷൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരൊരു സ്വപ്ന ലോകത്താണ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ BJPയിലെ ഇപ്പോഴത്തെ ലീഡർഷിപ്പ്, പ്രത്യേകിച്ച് അതിൻ്റെ ഈ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആളും അതിൻ്റെ മുകളിലുള്ള പ്രസിഡൻറ്റും ഒക്കെ ഒരു സ്വപ്ന ലോകത്താണ്. ഞങ്ങളിത് ഇതേപോലെ നടന്നാൽ എല്ലാവരും വന്ന് വോട്ട് ചെയ്യുമെന്നൊരു തോന്നല്. പ്രമോദ് മഹാജന്റെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, ഇന്ത്യ ഷൈനിങ്. നേരെ നെഗറ്റീവായിട്ട് പോയത്, നെഗറ്റീവായി പോയി. അതേപോലെ ഒരു ക്യാമ്പയിൻ ആവുമോ ഇതെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഞാൻ ഈ ബാക്കി ഫീൽഡിൽ നിന്ന് ശേഖരിക്കുന്ന തീർച്ചയായിട്ടും ഞാനിപ്പോഴങ്ങനെ കാരണം ഇലക്ഷൻ കഴിയുന്നവരെ അതേപ്പറ്റി മിണ്ടിയില്ല. ഞാനിത് ഈ 16 മുതൽ 22 സീറ്റ് വരെയൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. ഇത്ര സീറ്റ് കിട്ടാൻ സാധ്യതയില്ല. അതല്ല, ആ സീറ്റിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, കിട്ടാമായിരുന്നു അവർക്ക്. അതായത് അവര് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഒന്ന് മനസ്സിലാക്കുക. ഒന്ന് കോർ ഹിന്ദു വോട്ടാണ് അവർക്ക് കിട്ടി ജയിക്കേണ്ടത്. അവർക്ക് കോർ ഹിന്ദു വോട്ട് കിട്ടിയാൽ ജയിക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം വേണം ആദ്യം തന്നെ. അതിനുള്ള പെർസെൻറ്റേജ് ഓഫ് ഹിന്ദുസ് ഉള്ള ഇഷ്ടംപോലെ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. ഏകദേശം 93 കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇൻ കേരള, ഹിന്ദു മെജോറിറ്റി ഈവൺ നൗ. വിത്ത് ആൾ ദോസ് തിങ്സ് ഐ ആം ടെല്ലിങ്, സിംഗിൾ ഹിന്ദു മെജോറിറ്റി മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു 10-45 മണ്ഡലങ്ങളിലേക്ക് സുഖമായിട്ട് ജയിക്കാനായിട്ട് അവർക്ക് സാധിക്കും, പ്രൊവൈഡഡ് ദേ ഗോ ഇൻ ടു ദാറ്റ്. അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്തത്, ഇതുകൊണ്ട് ഉള്ള പ്രയോജനം ഇതാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഇവരോടൊക്കെ ഞാൻ എത്ര നാൾ മുതൽ പറയുന്നതാണെന്നറിയോ, നിങ്ങൾ ഇത് ചെയ്യൂ, ഇത് ഓരോ സ്കീമെങ്കിലും ഒരു വാർഡിൽ നിങ്ങൾ നടപ്പാക്കി കൊടുക്കൂ. വീടില്ലെങ്കിൽ ഒരു വീട് എങ്ങനെയാണ് അതിനെ അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ കൊടുക്കും. അല്ലെങ്കിൽ ഒരു സ്കീം എങ്ങനെയാണ് നടപ്പാക്കി കൊടുക്കുന്നതെന്നൊന്നും പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വോട്ട് കിട്ടും. നിങ്ങൾ ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് അടിയും പിടിയും വാങ്ങിച്ച് കേസാക്കാനും അതിനുവേണ്ടി നിൽക്കാതെ. അതുമില്ല സർ, അങ്ങനത്തെ സമരങ്ങളും നടത്തുന്നില്ല. അല്ല, അത് നന്നായി കേട്ടോ.
അങ്ങനത്തെ സമരങ്ങളില്ലെങ്കിൽ വളരെ നന്നായി. ഞാൻ പറയാം, എത്ര കുട്ടികൾ എന്നെ വിളിക്കുന്നുണ്ടെന്നറിയോ? ഇപ്പോൾ ഇംഗ്ലണ്ടിൽ പോയിരിക്കുന്ന ഒരു കുട്ടി എന്നെ, യുവാവാണ്, ഇപ്പം കുറച്ച് നാൾ മുന്നേ എന്നെ വിളിച്ച് വളരെ വിഷമിച്ച് പറയായിരുന്നു, എൻ്റെ പാസ്പോർട്ട് ഇനി പുതുക്കി കിട്ടുമോ, കേസ് തീർന്നില്ല എന്നും പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെയൊക്കെ പിന്നെ ഭാഗ്യത്തിന് അത് ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. ഒരു സമരവും ഇല്ല, അല്ല, സമരമില്ല, പ്രതികരണമില്ല, ഒന്നുമില്ല. അവരൊരു വേറൊരു ലോകത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് ഞാൻ മനസ്സിലാക്കി. അതുപോലെ എന്താണ്, ടീ വിത്ത് ഇന്നാള്, ഇത് വിത്ത് ഇന്നാള്, ഇതൊന്നും ജനങ്ങളിൽ യേശുവില്ല. അപ്പൊ ഹൈ ക്ലാസ് ആൾക്കാർക്ക് ചിലപ്പോ രാജീവ് ചന്ദ്രശേഖരനോട് ചായ കുടിക്കുന്നതൊക്കെ രസമായിരിക്കും. പക്ഷെ ലോ ക്ലാസ് ആൾക്കാർക്ക് താഴെ തട്ടിലുള്ള വോട്ടേഴ്സിന് അത് വളരെ ക്ലിയർ ആണ്. ആൻഡ് ദേ ഡിഡ്ന്റ് ഡു ഇറ്റ്. അതിപ്പോൾ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരുടെ ശത്രുക്കളാണ് എന്ന് തോന്നുന്ന ഒരു സ്വഭാവം കൂടിയുണ്ട്. സാർ പറഞ്ഞ വാചകങ്ങളെ ഒന്ന് തിരിച്ച് വെക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതായിട്ട് ഞാൻ 1-2 സ്ഥലങ്ങളിൽ കണ്ടു. അതായത് ക്രിസ്ത്യൻസിന്റെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞതായിട്ടാണ്. ക്രിസ്ത്യൻസിന്റെ വോട്ട് വേണ്ട എന്നല്ലല്ലോ, ദേശീയ ബോധമുള്ള ക്രിസ്ത്യൻസ് എത്തിച്ചേരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതല്ല, ക്രിസ്ത്യൻസിന്റെ വോട്ട് വേണ്ടെന്നല്ല പറയുന്നത്, മുസ്ലിംസിന്റെ വോട്ട് വേണ്ടെന്നല്ല പറയുന്നത്. ദേശീയ ബോധമുള്ള ഇന്ത്യയുടെ സ്വത്വത്തിൽ വിശ്വസിക്കുന്ന, ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുന്ന എല്ലാ മുസ്ലിങ്ങളുടെയും, എല്ലാ ക്രിസ്ത്യാനിയുടെയും, എല്ലാ ഹിന്ദുവിന്റെയും, ബാക്കി എല്ലാവരുടെയും വോട്ട് നമുക്ക് വേണം. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതേപോലെ കാൽക്കൽ വീണ് കിടന്ന് ക്രിസ്മസിനും ഈസ്റ്ററിനും പോയി കേക്ക് കൊണ്ടുകൊടുത്ത് അതിന് അപഹാസ്യരായി, ഞങ്ങൾക്ക് ഇത് വന്നിരിക്കുന്നു, ഇത് ആർക്ക് വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നുള്ള അപഹാസ്യരായിട്ട് പല ബിഷപ്പുമാരുടെ അപഹാസ്യം കേട്ട് അങ്ങനെ 10 വോട്ട് പോലും കിട്ടാതിരിക്കുന്ന, അതേസമയം നമുക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്, കാസയുണ്ട്, അവരോടൊപ്പം നിൽക്കുന്നവരുണ്ട്. അപ്പം കാസയെ സപ്പോർട്ട് ചെയ്ത് അവരെ വർദ്ധിപ്പിച്ചുകൊണ്ടിരാണ് ആവശ്യം. അവർക്കറിയാം, അതായത് ലോകത്തിൻ്റെ സ്ഥിതി എടുത്തു നോക്കുമ്പോൾ, ലബനൻ്റെ പോലുള്ള രാജ്യങ്ങളുടെ സ്ഥിതി എടുത്തു നോക്കുമ്പോൾ അവർക്കറിയാം എങ്ങനെയാണ് അപകടം വരുന്നത്. ഹിന്ദു ഭൂരിപക്ഷ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ വളരെയധികം സുരക്ഷിതരാണ്. ആ ബോധമാണ് വളർത്തേണ്ടത്. അതല്ലാതെ നേരെ മറിച്ച് അവരെ പ്രീണിപ്പിച്ച് അവർക്കെന്താണ് ആവശ്യം, ഒരു വിഭാഗം ക്രിസ്ത്യാനികൾക്ക് എന്താണ് ആവശ്യം. ഞാനൊരു ക്രിസ്ത്യൻ LP സ്കൂൾ മുതൽ ഡിഗ്രി വരെ കഴിഞ്ഞവരെ പഠിച്ച ഒരാളാണ്. പക്ഷെ ഞാൻ എന്നിട്ടും പറയുന്നു, അവരൊന്നും മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഒരു വിഭാഗം ക്രിസ്ത്യൻസിൻ്റെ മതം മാറ്റം മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻ എന്ന് പറയുന്ന, ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരനും അതുപോലെ ഇവിടുത്തെ സുരേഷിനും ഒക്കെ അറിയുമെന്നറിയില്ല, ഇവിടെ ക്രിപ്റ്റോ ക്രിസ്ത്യൻ എത്രമാത്രം ഉണ്ടെന്ന്. അപ്പോഴാണ് പറയുന്നത് അവർ വളരെ മിനിസ്കൂൾ മൈനോറിറ്റിയാണെന്ന്. അല്ല, അവർ സെൻസസിലുള്ളതിൻ്റെ 4 ഇരട്ടി ക്രിസ്ത്യാനികളും ഉണ്ട്. അവർ പ്രാക്ടീസിങ് ക്രിസ്ത്യൻസ് ആണ്. ഈയിടെ സർട്ടിഫിക്കറ്റ് ഹിന്ദുവിൻ്റെയാണ്. അത് സംവരണത്തിന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ സുരേഷ് പോലും അങ്ങനെ ആയിരുന്നില്ലേ? അല്ല, അത് വാസ്തവത്തിൽ അത് ഒരു മാനിപ്പുലേഷൻ ആണ്. അതിലൊക്കെ നടന്നിരിക്കുന്ന ഒരു മാനിപ്പുലേഷൻ ആണ്. ഇപ്പോഴത്തെ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് വെച്ച് ആണെങ്കിൽ അതൊക്കെ പോകും. കാരണം വൺസ് യു ഹാവ് ബിക്കം ക്രിസ്ത്യൻ, you cannot come back. You cannot come back. You lived as a Christian, you cannot come back. അതാണ് അതിൽ പറയുന്നത്. ഇപ്പൊ ആന്ധ്രാപ്രദേശിലെ ഒരു പാസ്റ്ററുടെ കേസിൽ സുപ്രീം കോടതി. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാകാത്തത്, ഇത്രയും ചെറിയ പെർസെൻറ്റേജ് ഓഫ് വോട്ടിന് വേണ്ടി ഇവർ ഇത്ര നാണം കിടുന്നതിനാണ്. അവർ വന്നുകൊള്ളും. ഒന്ന്, നമ്മൾ ശരിയായ കാര്യങ്ങൾ ശരിയായ പോലെ ചെയ്യും എന്ന് മാത്രം കാണിച്ചു കൊടുത്താൽ മതി.